ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, ആക്ച്വലി വിഷു കഴിഞ്ഞു, കുറച്ച് ദിവസമായി. പക്ഷെ ഇപ്രാവശ്യത്തെ ഷുട്ടുവിന്റെ കുറച്ച് വിഷുക്കോടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷുട്ടുവിന് കിട്ടിയതും ഉണ്ട്, പിന്നെ നമ്മൾ വാങ്ങിച്ചതും ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചു. ടോട്ടൽ ഒരു ഓൾമോസ്റ്റ് ഒരു 4 ഡ്രസ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഷുട്ടുവിന്റെ ഒരു ഡ്രസ് ഹോളാണ്. ഫിറ്റ് വിഷു ഡ്രസ് ഹോളാണ്, വിഷുക്കോടികൾ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പൊ നമുക്ക് ഓരോരോ ഡ്രസ്സായിട്ട് ഷുട്ടുവിന്റെ ഡ്രസ്സ് കണ്ടാലോ. അപ്പൊ ആദ്യത്തെ ഡ്രസ്സ് നമുക്ക് വിഷുവിന്റെ നമ്മളെടുത്ത ഒരു കോടിയിൽ തന്നെ തുടങ്ങാം. നമ്മുടെ ഷോർട്സും വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയുണ്ടാവും. ഇത് കാണിച്ചു കൊടുക്കണ്ടേ? പോവാണോ? അങ്ങനെ നിന്ന ഷുട്ടിന് കാണൂല, കിടക്കയിൽ കയറിയാലേ കാണുള്ളൂ. അപ്പൊ ആദ്യത്തെ ഒരു ഡ്രസ്സ് നല്ലൊരു അടിപൊളി പട്ടുപാവ. ഇവിടെയൊക്കെ ഇരുന്നിക്ക്, എന്നാലും ഷുട്ടിനെ അവര് കാണും. അപ്പൊ ആദ്യത്തെ നമ്മളൊരു ഡ്രസ്സ് എന്ന് പറയുന്നത് പട്ടുപാവാടയാണ്. ഇതാണ് അവള് വിഷുവിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്തത് ഫ്രം ആമസോൺ. ഈ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്ന ആമസോണിൽ നിന്നാണ്. ഞാൻ ആക്ച്വലി വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് വാങ്ങിച്ചിട്ടില്ലായിരുന്ന ഒരു ഡ്രസ്സായിരുന്നു ഇത്. ബിക്കോസ് നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നതാണല്ലോ, അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. പിന്നെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ്, അതുകൊണ്ടും എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. ഇത് ഒരു 800 സംതിങ് റേഞ്ചിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. നല്ലൊരു ക്രീം ആൻഡ് അപ്പൊ ഇതാണ് ബോട്ടം വരുന്നത്. നല്ലൊരു ക്രീം കളർ വിത്ത് നമ്മുടെ പേർപ്പിൾ ബോർഡർ. ഇത് ഇങ്ങനെ തന്നെ ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഇതില്. ഇവിടെ എന്റെ ബാക്കിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോ ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത്. ആൻഡ് ഇവിടെ ഇങ്ങനെ ക്രീം കളറും ഇവിടെ നല്ല ഡാർക്ക് പേർപ്പിൾ കളറിലുള്ള നല്ലൊരു ബോർഡറും വരുന്നുണ്ട്. ഈ സംഭവമൊക്കെ ഉണ്ട്. ഒരു 800 റേഞ്ചിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതാണ് നമ്മൾ അവൾക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു വിഷുക്കോടി എന്ന് പറയുന്നത്. എനിക്കിത് കണ്ട അപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടു. ഇത് അല്ല, ഞാന് അധിക ഫെസ്റ്റീവ് സീസൺ വരുമ്പോഴും ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ കുട്ടികളുടെ നല്ല ട്രഡീഷണൽ സംഭവം കിട്ടാറുണ്ട്. അത് പക്ഷെ ഞാൻ മോസ്റ്റ്ലി ഉടുപ്പ് സംഭവങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് തരാം പൊന്നിന് തരാം. പക്ഷെ ഞാന് ആദ്യമായിട്ടാണ് ഇവർക്ക് പട്ടുപാവാട വാങ്ങിക്കുന്നത്. ആണ് നമ്മുടെ ഒരു ടോപ്പ് എന്ന് പറയുന്നത്. ബാക്കിൽ ഇങ്ങനെ സിബ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ചെറിയ ചെറിയ ഡോട്ട് പ്രിന്റ് ഒക്കെ വരുന്ന സംഭവമാണ് ഇത്. നല്ല ശരിക്കുള്ള കാഞ്ചീപുരം മെറ്റീരിയലിൽ അവർ സ്റ്റിച്ച് ചെയ്ത് തന്നാണ്. ഞാൻ ഒരു 2 to 3 ഇയേഴ്സിന്റെ സംഭവമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് ഇത്രയും പെർഫെക്റ്റ്ലി സ്റ്റിച്ച് ആയിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പട്ടുപാവാടയാണല്ലോ. അപ്പൊ അങ്ങനെ ഇതാണ് നമ്മൾ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വിഷുക്കോടി എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. ഇതാ പേരായിട്ട് വരുന്ന ഒരു സംഭവമാണ്. ഞാൻ രാവിലെ അമ്പലത്തിൽ പോകുമ്പോ അവൾക്ക് ഇതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മടക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ ഇതാണ് ഷുട്ടുപ്പിന്റെ ഫസ്റ്റ്. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇതിന്റെ കൂടെ എന്തായാലും അറ്റാച്ച് ചെയ്ത് വെക്കാം. വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വീഡിയോ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും ഫോട്ടോസ് ഉണ്ട്. ഫോട്ടോസ് ഞാൻ ഇവിടെ സൈഡിൽ ഇങ്ങനെ കൊടുക്കാം. ഒരു ഡ്രസ്സിന്റെ മാത്രം ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് ആക്ച്വലി. പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ളത് പ്ലാൻഡ് ആയിരുന്നില്ല. അപ്പോ നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാട്ടോ. ഇത് ഇവിടുത്തെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അവര് പേ ചെയ്യുക ചെയ്തത്. അപ്പൊ എന്റെ അടുത്ത് ഇഷ്ടമുള്ളത് എടുത്തോന്ന് പറഞ്ഞു. ഇത് ഞാൻ ഹോപ്പ് സ്കോച്ച് എന്നാണ് ഓർഡർ ചെയ്തത്. എപ്പോഴത്തെയും ഷുട്ടുവിന്റെ സെയിം ബ്രാൻഡ് ഹോപ്പ് സ്കോച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈ. അതാണ് ഞാൻ എപ്പോഴും അവൾക്ക് പ്രിഫർ ചെയ്ത് വാങ്ങിക്കാറുള്ളത്. അപ്പൊ ഇതൊരു ഷോർട്സും ടോപ്പും വരുന്ന ഒരു സെറ്റാണ്. ഞാൻ ഇത് അത് തട്ടല്ല പൊന്നെ, ഇങ്ങ് വാ. അപ്പൊ ഇത് ഇങ്ങനത്തെ ഡ്രസ്സ് ഷുട്ടൂന് നല്ല രസമാണ്. ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനത്തെ ഡ്രസ്സ് ഇവിടെ ഇട്ടിട്ട് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റാൻഡ് തട്ടല്ലേ. അപ്പൊ ഇതൊരു ഷോർട്സും ടോപ്പും സെറ്റാണ് വരുന്നത്. എനിക്ക് ഇതിന്റെ ഫ്രില്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഡ്രസ്സിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്തായാലും ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇതും ഒരു എത്രയായിരുന്നു പ്രൈസ് റേഞ്ച് വരുന്നത്?
1000 സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. 1098 അങ്ങനെ എന്തോ ആയിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ്. കണ്ടോ, ഒരു കൈ സ്ലീവ്ലെസ്സും ഒരു കയ്യിൽ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഫ്രില്ല് വരുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ട്. ആൻഡ് ഇതിന് ഒരു ബ്ലാക്ക് ഫുള്ളി ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡീസ്ട്രസ്ഡ് ആയിട്ടുള്ള ഒരു ഷോർട്സ് ആണ്. കുറെ കീറലൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു ഷോർട്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. ഞാൻ കുറേ തപ്പി കണ്ടുപിടിച്ച ഒരു സംഭവമാണ്. ആക്ച്വലി ഞാൻ ഇതിന് പകരം വേറൊരു വൈറ്റ് ടീഷർട്ടും പിന്നെ ഒരു ഷോർട്സും വരുന്നതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രം മിന്ത്ര. പക്ഷെ അതെനിക്ക് കുറെ ദിവസം കഴിഞ്ഞിട്ടും ഷിപ്പ്ഡ് ആകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാനത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഞാൻ ഹോപ്സ്കോച്ചില് പിന്നെ റീഓർഡർ ചെയ്ത സംഭവമാണിത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഫോട്ടോ ഇവിടെ കാണിക്കാട്ടോ. ഫോട്ടോ മാത്രമല്ല, പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൂടെ കൊടുക്കാം. ഇതൊന്നും അവൾ ഇട്ടിട്ടില്ല, ഇതുവരെ ഇട്ടിട്ടില്ല. ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം ഒന്ന് ഇട്ടിട്ടുണ്ട്. വേറൊരു ഡ്രസ്സും കൂടി ഉണ്ട്. ഇതൊന്നും ഇടാണ്ട് ഇതുപോലെ തന്നെ ഞാൻ പാക്കറ്റിൽ വെച്ചേക്കാണ്. ബിക്കോസ് നമുക്ക് ഈ ഒരു മെയില് കുറേ കല്യാണം ഉണ്ട്. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ച് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവം. അപ്പൊ അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. ഇതൊരു ഹാഫ് ജംപ് സൂട്ട് പോലെ വരുന്ന ഡ്രസ്സാണ്. ഇത് ഓൾറെഡി ഷൂട്ട് വെയർ ചെയ്ത് കഴിഞ്ഞു. ഞാനിത് വാഷ് ചെയ്ത് മടക്കി വെച്ചേക്കായിരുന്നു. ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ എടുത്തു നീളു. ഓ മൈ ഗോഡ്, നീ ഇത് പുറത്തെടുത്ത കവറിങ് വിട്. നിങ്ങൾ ഈ സൗണ്ട് കേട്ടിട്ട് ഒന്നും വിചാരിക്കണ്ട, ഇവിടെ ഇരുന്ന് ഭയങ്കര കുരുത്തക്കട കളിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് വേറൊരു ഡ്രസ്സ്, നമ്മുടെ തേർഡ് ഡ്രസ്സ്. ഇതിവിടെ ഇങ്ങനെ ഓപ്പൺ ആണ്, ഫുള്ള് നമ്മൾ മറ്റേ ബട്ടൺസ് ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. ജംപ് സൂട്ട് തന്നെ. ഞാനിവിടെ എന്തായാലും ഫോട്ടോ കാണിക്കാം. ഇത് എൻ്റെ സിസ്റ്ററിൻലോ അതായത് നമ്മൾ ഏച്ചിയുമായിട്ടിനും ഷുട്ടൂന് വിഷുവിന് ഗിഫ്റ്റ് ചെയ്ത സംഭവമാണ്. ഇത് ഭയങ്കര ക്യൂട്ടാണ്. ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട്. ഷുട്ടൂന് കറക്റ്റ് ഫിറ്റാണ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. ഇത് ഫുള്ളി ഓർഗാനിക് കോട്ടൺ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഭയങ്കര കംഫർട്ടാണ് കുട്ടികൾക്ക്. എന്താ പറയുക, ചൂട്ടിനൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഡ്രസ്സ്. ഇത് ഞാൻ പറഞ്ഞില്ല, അവര് അയച്ചു തന്നതായതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്ന് പറയാൻ എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ 2 കുഞ്ഞി പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഞാനിത് ഷുട്ടൂനൊരു വൈറ്റ് ഷൂസിന്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ വീഡിയോ കൊടുക്കാം. അതല്ല, നമ്മുടെ കോഴിക്കോട് ട്രിപ്പിന്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കണ്ടിട്ടുണ്ടാകും. അപ്പൊ അടുത്ത ആൻഡ് ലാസ്റ്റ് ഡ്രസ്സ് നമ്മുടെ ഒരു ഫസ്റ്റ് ക്രൈയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. ഫസ്റ്റ് ക്രൈയുടെ ബേബി ഹഗിന്റെ പ്രോഡക്റ്റ് ആണ്. ഇതൊരു പാർട്ടി വെയർ കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. കാരണം എല്ലാം കാഷ്വൽ ആണല്ലോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അവിടെ എൻ്റെ വീട്ടിൽ നിന്നുള്ള ഇവളുടെ വിഷുക്കോടിയായിരുന്നു. ഇതും ഞാൻ പറഞ്ഞ പോലെ അവർ പേ ചെയ്യാം, എന്താ ഇഷ്ടമുള്ള വെച്ചാൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞ അങ്ങനെ തന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറേ കല്യാണം ഉണ്ട് അടുത്ത മാസം. അതുകൊണ്ട് ഞാനൊരു പാർട്ടി വെയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ബൈ ചെയ്ത ഒരു സംഭവമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ സ്ലീവൊക്കെ അടിപൊളിയാണ്. കണ്ടില്ലേ, ഒരു ഡാർക്ക് ഗ്രീൻ. ഇതൊരു ഫുൾ സ്ലീവ് ആണ്. ഈ റൈറ്റ് ഹാൻഡ് വരുന്നത് ഫുൾ സ്ലീവും ലെഫ്റ്റ് സൈഡിൽ ഹാഫ് സ്ലീവും വരുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ്. ഇത് ഫുൾ വെൽവെറ്റ് ആട്ടോ, വെൽവെറ്റ് ഡ്രസ്സാണിത്. ഇതാണ് ഞാൻ പറഞ്ഞത് ഇട്ടിട്ട് ഷുട്ടൂന്റെ കയ്യിൽ ഫോട്ടോ എൻ്റെ അടുത്ത് വേറെ ഇല്ല എന്നുള്ളത്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾക്ക് ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട്. ബിക്കോസ് ഇങ്ങനത്തെ സ്ലീവ് അവൾ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്ലെയറി ആയിട്ട് നമ്മുടെ എന്താ പറയുക പ്രിൻസസിനെ പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഡ്രസ്സാണ്. അപ്പം ഇത് ഞാനിപ്പം ഉപയോഗിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് അങ്ങനെ ആ പാക്കറ്റ് പൊട്ടിക്കാണ്ട് വെച്ചിട്ടാന്നുള്ളത്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കല്യാണമുണ്ട്, ആ ടൈം ആകുമ്പോൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കാണ്. ഇത് ഫസ്റ്റ് ക്രൈയുടെ പ്രോഡക്റ്റ് ആട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 800 സംതിങ്ങോ 900 സംതിങ്ങോ അങ്ങനെ എന്തോ ആയിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിനേക്കാളും പ്രൈസ് എന്തുകൊണ്ടും വേർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. അത് ലോവസ്റ്റ് പ്രൈസ് ആണെന്ന് ഞാൻ പറയും ഇതിന്റെ ഒരു ക്വാളിറ്റി വെച്ചിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഷുട്ടുപ്പിന്റെ ഒരു വിഷുക്കോടികൾ എന്ന് പറയുന്നത്. മുടി ഇങ്ങനെയൊക്കെ നീ ഇവരുടെ അടുത്ത് ബായ് പറയാം. നമുക്ക് ബാ ഇങ്ങോട്ട് അമ്മേന്റെ കൂടെ, അമ്മേനെ മടിയിലിരുന്നു. അവന് ഷുട്ടിന് കാണൂല
കാണൂല. ഇനി പാപ്പ അമ്മന്റെ കൂടെ പാപ്പ. ആ ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് ഇതെല്ലാം മടക്കി വെക്കാലോ. വാ. അപ്പൊ ഭയങ്കര കുഞ്ഞു വീഡിയോ ആണ്, ഭയങ്കര ക്വിക്കായിട്ട് ഞാൻ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു ഞാൻ ഓരോ പ്രോഡക്ട്സിൻ്റെത്. ഇത് മാത്രമേ എവിടുന്നാന്ന് എനിക്ക് അറിയാത്തുള്ളൂ. ബാക്കി ഒരെണ്ണം ഞാൻ ആമസോണിൽ നിന്നും ഒന്ന് ഹോപ്സ്കോച്ചും ഒന്ന് ഫസ്റ്റ് ക്രൈയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞാൻ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇനിയും നല്ലൊരു ഫുൾ ലെങ്ത് ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വേഗം കാണാം. ടാറ്റാ.